ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ എന്താ പറയുക, കുരുത്തം കെട്ട എല്ലാ മക്കളും കുരുത്തമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം എന്താണെന്നറിയോ, നല്ല കുറുമ്പാണ് കേട്ടോ. ഇപ്പോൾ ഈവൺ നമ്മുടെ ഈ കാണുന്ന അപ്പൂസിൻ്റെ വരെ നല്ല കുറുമ്പായിട്ടാണ് വരണത്. അവനിങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ഇപ്പോൾ എല്ലാവരും പറയും അവന് കണ്ണ് കാണില്ല, അവൻ പാവമാണ്, അങ്ങനെയാണെന്ന്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ അടിപിടി കൂടുന്നത് ഇവൻ നമ്മുടെ ആമിക്കുട്ടീനെ കടിക്കും, അതുപോലെ നമ്മുടെ ലൂയിനെ കടിക്കും, അതുപോലെ ടെടിക്കുട്ടീനെ, ഇവരെല്ലാവരെയും കടിക്കും. നല്ല രീതിക്ക് കടിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഈ കുഞ്ഞിപ്പല്ലും വെച്ച് കടിക്കുമ്പോൾ ഇല്ലേ നല്ല വേദനയാണ്. കണ്ട ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട ഈ കുഞ്ഞിപ്പല്ല്, അല്ലേ? എല്ലാവരും ഇവൻ പാവമാണ്, എന്താ പറയുക, ഇവന് കണ്ണ് കാണില്ലല്ലോ എന്നൊക്കെ സംഭവം ശരിയാണ്, കണ്ണ് കാണില്ല. എങ്കിലും ആശാൻ കടിക്കണ കടി നല്ല ഫോഴ്സുള്ള കടിയാണ്. ഈ ഇത്രയും പോകുന്ന ശരീരത്തിൽ നിന്ന് എങ്ങനെ എത്ര വലിയ കടി വരണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ, അല്ലേ കുറുമ്പ? അപ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച കേട്ടോ. അമ്മമാരൊക്കെ പറയില്ല, ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അങ്ങനെ പദം ഉപയോഗിച്ച് ഞാൻ പിള്ളേരതാക്കി എന്ന് അങ്ങനൊരു സംഭവം വരും, സംസാരം വരും. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മളെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്താണ് ഇവിടെ എന്താ ഇവിടുത്തെ നമ്മുടെ മൂത്ത ചേട്ടന് ഇവിടെ വിഷയമായിട്ട് അവിടെ കണ്ടോ നമ്മുടെ ഗോപൂട്ടനെ ഞാൻ എവിടെയാണെങ്കിലും അവൻ ആ ഏരിയയിൽ വന്ന് അങ്ങോട്ട് നിൽക്കണം. അതും ഇവിടെ എന്താ പറയുക, ഇവിടെ നമ്മൾ കുറേ പേര് നമ്മളാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇവനെ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആദ്യം നമ്മുടെ ഗോപൂട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഗോപൂട്ട, എന്താണ് ഗോപൂട്ടൻ്റെ വിശേഷങ്ങൾ? ആദ്യം അത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആശാൻ അങ്ങോട്ട് പോയത്, അല്ല ഗോപൂശേ? എന്താണ് ഗോപൂശേ? ഇപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ എല്ലാവരും കളിക്കാൻ വിട്ടതിൻ്റെ ഫുള്ള് ബഹളം കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കണ്ടോ, ഇവിടെ കിങ്ങിണി ടെടി ഇവരെല്ലാവരും കണ്ടോ ലൂയി പോയിട്ട് നമ്മുടെ ടെടീനെ കടിക്കുക. കിങ്ങിണി കണ്ടില്ലേ കിങ്ങിണി? ഇതാണ് കിങ്ങിണിയുടെ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ ഒപ്പം ഇവിടെ അയച്ചു വിടാനായിട്ട് ചില സമയങ്ങളിൽ പറ്റില്ല, കാരണം ഇവൾ ഇച്ചിരി അഗ്രസീവാണ്. പക്ഷെ നമ്മളടുത്തേക്ക് വരുമ്പോൾ ഇതാണ് അവസ്ഥ. എന്താണ് പ്രശ്നം? ഇതാണ് നമ്മളാരെങ്കിലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന ഗൗരവോ ആ കാണിക്കണ ഈ സംഭവങ്ങളോ ഒന്നുമില്ല. എവിടെ നിൻ്റെ ആ കാണിച്ച പല്ല് എവിടെ? ദേഷ്യം കാണിക്കുമ്പോൾ വരണ പല്ല് എവിടെ? എവിടെ? ഇത്രയും ഇനി ഒരു നാണം കുടുങ്ങി ഇനി വേറെ കിട്ടുമോ നിങ്ങൾക്ക്? എന്താ നോക്ക് എന്താടി? അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഹെയറൊക്കെ വന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹെയറൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന മൈബ്യൂ ഏകദേശം കഴിയാറായി. അപ്പോൾ നമ്മൾ റീ ഓർഡർ കൊടുത്തേക്കാണ്. അതിലൊപ്പം നമ്മൾ വേറെ രണ്ട് മൂന്ന് സപ്ലിമെൻറ്റ്സ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഹോൾസെയിലിൽ കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റേറ്റിന് കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ എന്തായാലും ആക്കും. എന്തായാലും ഏകദേശം അതൊരു സപ്ലിമെൻറ്റ്സ് മാത്രം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മക്കൾക്ക് ഞാൻ മൈബ്യൂ പോലത്തെ സപ്ലിമെൻറ്റ്സ് ആണ് കൂടുതലും കൊടുക്കുക. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇവിടെ ഒരാൾ അന്വേഷിച്ച് പിടിച്ച് ഇതെങ്ങോട്ടാ പോണേ, എങ്ങോട്ടാ അപ്പൂശി പോണേ, എങ്ങോട്ടാണ് പോണത്? ഇങ്ങോട്ട് വാ എൻ്റെ മോനെ അതിനുള്ളിലേക്ക് വീഴും. അപ്പോൾ ഒരാളെ കണ്ടോ, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാ. പാപ്പു ഇവിടൊക്കെ മോൻ കണ്ട എന്താ അനുസരണം വരാനായിട്ട്. കണ്ടോ ഇപ്പോൾ ഫുള്ള് ചെളിയാക്കി വെച്ചു. ഇന്ന് രാത്രിയും കുളിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ. വേറൊന്നുമല്ല, അങ്ങോട്ട് പോക്കോട്ടാ. എന്താ പറയുക, പാപ്പുവിൻ്റെ ഒരു നല്ലൊരു കുളിപ്പിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നല്ല സുന്ദരക്കുട്ടനായിട്ട് വരണത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വേറൊന്നുമല്ല, അതിൽ പറഞ്ഞത് എന്നിട്ടായിരുന്നു, ഇപ്പോൾ വേണമെങ്കിൽ കണ്ടോ, ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഈ കോലത്തിൽ കാണാൻ പറ്റില്ല എന്ന്. സംഭവം സത്യമാണ്. ആ കുളിപ്പിക്കണ ആ ഒരു ഇതിൽ നമ്മൾ കേജിൽ മാത്രമായിട്ട് ഇടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ വൃത്തിയിൽ നിൽക്കും. കുളിപ്പിച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വിട്ടോ, കഴിഞ്ഞു കഥ. നമ്മുടെ ഗോപുദേ പിന്നെ നിങ്ങോട്ട് വന്നേ ഗോപൂസേ, നീ മോളിൽ നിന്ന് ഇത്രയും വലിയ ഹൈറ്റിൽ നിന്നാണ് നീ ചാടിക്കൊണ്ടിരിക്കണേ. ഈ കാണുന്ന എല്ലാവരും എന്നെ ചീത്ത പറയാ കേട്ടാ. ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക്, മുഖത്തേക്ക് നോക്ക്. ഒരു സ്ഥലത്ത് നിൻ്റെ കയ്യും കാലും ഒടിയില്ലടാ, കയ്യും കാലും ഒടിയില്ല നിൻ്റെ. നീയേ അകത്തിരുന്നാൽ മതി, അതായിരിക്കും നല്ലത്. അങ്ങോട്ട് പോക്കോ. അവനെ ഞാൻ എപ്പോഴും ഇങ്ങനെ മാറി നടക്കുമ്പോൾ അവനെപ്പോഴും എൻ്റെ അടുത്ത് വേണം.
അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആശാൻ ഇങ്ങനെ ഈ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാപ്പൂ ഇതേ വിശേഷം എന്ന് പറഞ്ഞു കൊടുത്തേ. കുഞ്ഞാപ്പൂ എൻ്റെ മകൾ ഇങ്ങോട്ട് വന്നേ. എവിടെയായിരുന്നു ഇതേ? കുറേ പേര് ചോദിക്കുന്നുണ്ട് കുഞ്ഞാപ്പൂൻ്റെ കാലം എന്തായി. ഞങ്ങൾ ഡെയിലി ഒഴിയുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗം അപ്പോഴും എന്താ പറയുക ഭയങ്കര ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ കുഞ്ഞാപ്പൂവേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി നടക്കാനുള്ളതാണ്. ഇപ്പോഴേ തന്നെ എന്താ പറയുക, ഈ ഒരു ഇത് വെച്ചിട്ട് ആശാൻ എത്താത്ത സ്ഥലമില്ല ഈ വീട്ടിൽ. ആ പറമ്പിൻ്റെ അങ്ങേയറ്റത്തു നിന്നൊക്കെയാണ് ഇവനെ പോയി പിടിക്കണത്. അപ്പോൾ ഇവനെ ഈ ആ 2 കാലും കൂടെ തിരിച്ച് കിട്ടി കഴിഞ്ഞാൽ ഇവനെ ഈ ജില്ലയിൽ നോക്കണ്ട, അതെന്തായാലും ഉറപ്പാണ്. ഇവിടെ ആരെ ബാക്കിൽ? അപ്പോൾ നമ്മൾ ഇന്നലെ അല്ല കേട്ടോ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ശനിയാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു തൊഴുത്ത് നമ്മളെ കേജ് ആക്കാനായിട്ടുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വെൽഡിങ് ചെയ്യുന്ന ആൾക്കാർ അടി കിട്ടോട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ലാണ്ട് അതായത് നമ്മുടെ ഗോപുവിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോഴേക്ക് ആശാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് വെൽഡിങ്ങിൻ്റെ ആൾക്കാർ വന്നു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. കാരണം ഇത് ഞങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു 3 kg ആയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാനുണ്ട്, കുറേ ചാക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ഇതാക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വൃത്തിയില്ല എന്നുള്ളത് ഒരിക്കലും പറയരുത്, ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, അത് കാരണം കൊണ്ടാട്ടോ. അപ്പോൾ ഇതൊരു 3 kg ആക്കണം. അപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു സംഭവം ഇവിടെയും പിന്നെ അങ്ങനെ ആ ഒരു ഇതിലായിട്ടാണ് നമ്മൾ 3 kg ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം മറയ്ക്കണം, പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഡോറിൻ്റെ ഇതും, അങ്ങനെ മൊത്തത്തിൽ ഇത് 3 kg ഡിവൈഡ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ അതിൽ ഉദ്ദേശിച്ചേക്കുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കൂബി പെണ്ണ്, നമ്മുടെ മൂത്ത ചേച്ചി, അതുപോലെ നമ്മുടെ വിക്കി മോൻ, അതുപോലെ നമ്മുടെ വീട്ടിലൊരാളുള്ള കാര്യം അറിയാമല്ലോ, നമ്മുടെ ഡോബറും, പിന്നെ നമ്മുടെ സ്കൂബിയുടെ ഒപ്പം തന്നെ നമ്മുടെ ബെല്ലക്കുട്ടീനും കൂടെ അതിൽ കയറ്റുന്നുണ്ട്. കാരണം അതിൽ 2 പേരും ഫീമെയിൽസാണ്. ഇനി സ്കൂബിയുടെ ക്യാരക്ടർ കൂടെ നോക്കിയിട്ട് വേണം ബെല്ലാനെ ഇടാനായിട്ട്. കാരണം ചിലപ്പോൾ സ്കൂബി മറ്റുള്ള അവളുടെ സൈറ്റിലുള്ള ഒരു ബ്രീഡിനെ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ ആകെ കൂടി ഇവളുടെ ഒപ്പം ഉള്ളത് നമ്മുടെ വിക്കിമോ മാത്രമാണ്. അപ്പോൾ അവളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതും ഈ 2 പെണ്ണും തമ്മിൽ അങ്ങോട്ട് ചേരില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് ചില സ്ഥലത്ത് അങ്ങനെയാണ്. അപ്പോൾ 2 പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു മഹായുദ്ധം നടക്കുമല്ലോ എന്നറിയില്ല. അതാക്കിയിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. അപ്പോൾ ബെല്ലാനിപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ കേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിലായാലും ആക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഇതിൽ 3 kg ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫ്രണ്ടിൽ ഈ ഒരു സംഭവം, അതുപോലെ സൈഡിൽ ആ സംഭവം മറക്കലും കാര്യങ്ങളും എന്താ പറയുക, അത്യാവശ്യം നല്ല അടച്ചുറപ്പോടെ കേട്ടോ. ഈ പലരും പല എളുപ്പ വഴികൾ പറയുന്ന കണ്ടിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി, അതത്ര വലിയതൊന്നുമില്ല. അങ്ങനെയല്ല, ഞാൻ നോക്കുന്ന എൻ്റെ മക്കളുടെ സെക്യൂരിറ്റി, നമ്മൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയുള്ളൂ. നമ്മുടെ മക്കളുടെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അത്രയും സേഫായിട്ടിരിക്കണം എന്നുള്ളൊരു ആ ഒരു സംഭവമില്ലേ, അതാണ്. ഇവിടെ നിന്ന് ആരോ സൈഡിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അതെ, അവിടെ നിന്ന് കിങ്ങിണി. ഈ സംഭവം ഇപ്പോൾ ഇവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായോ? ഈ ഒരു ഹോളില്ലേ, ഇതേ കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ തൊഴുത്താണല്ലോ. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെയാണ് ഇവരെല്ലാവരും, കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉള്ളൂ അവർ. എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ആമി മാത്രം കടക്കില്ല കേട്ടോ, ആമി സ്റ്റക്കാവും വീതിയുള്ള കാരണം കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പിള്ളേർ സേഫ്റ്റി, ആ ഒരു സെക്യൂരിറ്റി, അപ്പോൾ അതൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു അടച്ചുറപ്പോടെ ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഈ വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ച് ചെയ്ത് കാര്യങ്ങളാക്കിയാൽ ചിലപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ മേലെ ചിലവാക്കാൻ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നല്ല ഇതിലൂടെ കുഴപ്പമില്ലാത്ത രീതിക്ക് അത്യാവശ്യകാലം നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ടൈപ്പിൽ നമ്മൾ ഈ സംഭവം ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം റേറ്റ് വന്നത് 35,000 to 40,000 ആണ് എല്ലാം അടക്കം. എന്ന് വെച്ചാൽ നമ്മൾ സിമൻറ്റ് തേച്ച് ഇതെല്ലാം ഒന്ന് മിനുസം എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ചാന്ത് വിരിക്കാമെന്ന് പറയും. അങ്ങനെ സിമൻറ്റൊക്കെ ഇട്ട് ഫുള്ളൊന്ന് ഇതാക്കും, എന്താ പറയുക, മൊത്തത്തിലൊന്ന് ക്ലീനാക്കി. ക്ലീനിങ്ങിന് അങ്ങനെയല്ല കേട്ടോ, ചാന്ത് സിമൻറ്റിൻ്റെ എല്ലാം കൂട്ടി അവരുടെ ഡെയിലി വേജ് അടക്കം ആണ് സ്റ്റീലിൻ്റെയും. കാരണം സ്റ്റീൽ എല്ലാവർക്കും അറിയാം, പലയിടത്തും പല റേറ്റുകളും, അതുപോലെ ഓരോ ദിവസം ഓരോ റേറ്റുകളാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ റേറ്റ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഈ മെഷറും കാര്യങ്ങളൊക്കെ കൂടി ശരിക്കും അവർ മാക്സിമം കുറച്ചെന്നതാണ്. ശരിക്കും അതല്ല ശരിക്കും ഒരു എമൗണ്ട് വരാം ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു സംഭവം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവങ്ങൾ
വീട്ടിൽ നിന്നാണ് നമ്മൾ പകുതി സാധനങ്ങൾ പറിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ടും നമുക്കിവിടെ ആ സൈഡും ഇപ്പുറത്തെ ഈ ഒരു സൈഡുകളൊക്കെ നമുക്ക് മറയ്ക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി സ്റ്റീൽ എടുക്കാനുള്ളതൊക്കെ കൂട്ടിയിട്ടാണ് മാക്സിമം 35 പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും ഒരു 40 ആവാം എന്നാണ് പറഞ്ഞത്. കാരണം അത് ചിലപ്പോൾ ഓരോരോ സാധനങ്ങൾ വാങ്ങാനും ഇതിനൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ കാണും. അപ്പോൾ നല്ലത് അടച്ചുറപ്പോടെ ഇതൊരു 3 kg ആക്കി കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് വാർഡ് മെമ്പർ പ്രശ്നം പറഞ്ഞത് ഡോബർമാൻ്റെ കുര, അവൻ്റെ സ്മെല്ലും കാര്യങ്ങളാണ്. അപ്പോൾ അവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രാക്ക് അവനിൽ നിന്ന് ഒഴിഞ്ഞ് കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് മെയിനായിട്ട്. കാരണം ഞാൻ അവരോട് വാക്ക് പറഞ്ഞത് ഡിസംബർ അവസാനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഇത് എന്താ പറയുക പിള്ളേരെല്ലാവരെയും ഇതാക്കാം. കാരണം ഞാനിപ്പോൾ എല്ലാം റെസ്ക്യൂസ് നിർത്തി വെച്ചേക്കാണ്. കാരണം നമുക്ക് നിങ്ങളെ വീട്ടിലുള്ളിലെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ടാണ് പിള്ളേർ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ റൂമിലാണെങ്കിലും ഇപ്പുറത്തെ റൂമിലാണെങ്കിലും എല്ലായിടത്തും കേജിലും കാര്യങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ പെട്ടെന്നൊരു എമർജൻസി റെസ്ക്യൂ വന്നാൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവം എല്ലാവരും പറയുമ്പോൾ 33 സെൻറ്റ് മേടിച്ചു ഇതാക്കി. അതിൽ ഞാനൊരു 3/4 ഭാഗത്തോളം ഞാനത് ലോൺ എമൗണ്ട് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിൽ ലോൺ ഇട്ടിട്ടാണ്. അത്യാവശ്യം നല്ല ഹെവി പലിശ മേടിക്കുന്ന ഒരു ഇതിൽ നിന്നാണ്. കാരണം എനിക്ക് സിബിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലോണ് കാര്യങ്ങൾ ഇതായത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇതാക്കുമ്പോൾ എല്ലാവരും വിചാരത്തിൽ ഇതെല്ലാവരും ഇതാക്കി ഡൊണേറ്റ് ചെയ്ത് എന്താ പറയുക നമ്മളെല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും പൈസ കൊണ്ടാണ് ഇത് മേടിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. പലരുടെയും വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇത് നാട്ടുകാരുടെ പൈസയ്ക്കാണ് മൊത്തം മേടിച്ച് ഇതാക്കിയെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. സംഭവം ഒരു 2-3% നാട്ടുകാരുടെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഡൊണേഷൻ്റെ കാര്യങ്ങൾ. പക്ഷേ അത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് അത് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ആ ഒരു എമൗണ്ട് ശരിക്കും ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ സേവിങ്സും അതുപോലെ ലോൺ എല്ലാ കാര്യങ്ങളും ആക്കിയിട്ടാണ്. ഇപ്പോഴും ശരിക്കും വീടിൻ്റെ പേരിലുള്ള കടങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ആ ഒരു പ്രോജക്റ്റ് എനിക്ക് January 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു നമ്മളെ ഇപ്പുറത്ത് ഒരു ഷെൽട്ടർ, മെയിൻ ഷെൽട്ടർ അറ്റ്ലീസ്റ്റ് അല്ല അറ്റ് എ ടൈം ഒരു 100-150 ഡോഗ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും എന്തിനാണ് ഈ വീടെന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യമുണ്ട്. ഫസ്റ്റ് തിങ് നമ്മൾ ഇപ്പോൾ പെട്ടെന്നൊരു എമർജൻസി കേസുകൾ അല്ലെങ്കിൽ പപ്പീസ് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമുക്ക് ടേക്ക് കെയർ ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെയാണല്ലോ താമസിക്കുക. അപ്പോൾ നമ്മളുടെ ഒപ്പം തന്നെ അവരുണ്ടാവണം. അവരെ നമ്മൾ എന്താ പറയുക ഈ മറ്റുള്ളവരൊപ്പം ഇട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കെയറിങ് കൊടുക്കണം. അപ്പോൾ അതുപോലത്തെ പപ്പീസ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോഗ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 4 kg ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാ ഡോഗ്സും നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഇതിൽ നമ്മളൊരു എക്കോണമിക്കലാണ് എന്ന് വെച്ചാൽ നമ്മൾ മരങ്ങൾ കട്ട് ചെയ്യാതെ തന്നെ ആവശ്യമില്ലാത്ത കുറച്ച് മരങ്ങളുണ്ട് അത് കട്ട് ചെയ്ത് ആവശ്യമുള്ളപ്പോൾ ജാതി അവരൊക്കെ കട്ട് ചെയ്യാതെ നമ്മൾ ഇതാക്കണം. കാരണം ഒന്നും നശിപ്പിച്ചിട്ട് വേണ്ട ചെയ്യൽ എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ അത് ശരിക്കും ജനുവരി ഒരു ഇതിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം നമ്മൾ കേജ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 35 നമുക്ക് പറഞ്ഞ്, പക്ഷേ 40 ചിലപ്പോൾ എന്നൊരു ഇതാണ് പറഞ്ഞത്. അപ്പം നമ്മളൊരു 40 വെക്കുകയാണ്. 40ൻ്റെ ആ ഒരു ഇത് പറയാണ്. ഇന്നിപ്പോൾ നമ്മളെ ഇനി 2 ആഴ്ചയും കൂടെയാണ് ഈ ഒരു ഇത് അവസാനിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഡിസംബർ അവസാനത്തോടു കൂടി നമ്മൾ ഈ ഒരു ചലഞ്ച് എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, നമ്മൾ അടുത്ത തിങ്കളാഴ്ച വരെയാണ് നമ്മൾ ഇത് വയ്ക്കുന്നത്, ചലഞ്ച് വയ്ക്കുന്നത്. ഈ തിങ്കളാഴ്ച തൊട്ട് നെക്സ്റ്റ് മൺഡേ. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഇനിയിപ്പോൾ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയാവുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന ഒരു ഉപകാരം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും അതുപോലെ അത്യാവശ്യം നല്ല എന്താ പറയുക വ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് വരുമാനം കിട്ടൂ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ, ഒരാളിതേ കണ്ടോ, ഒരാൾ ഇവൻ ഒരു സ്ഥലത്തട ഹലോ മിസ്റ്റർ ഗോപു
താങ്കൾ ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം ഇങ്ങോട്ട് നോക്ക് ഞാനേ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പോൾ ആരൊക്കെ വന്നേ? ഞാൻ ഗോപുവിനോടാണ് സംസാരിക്കുന്നത്. എനിക്കറിയാം ആര് വിളിച്ചാലും വിളിച്ചില്ലേലും ഇവള് വരും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വാ എൻ്റെ പൊന്നോ. അപ്പോൾ എന്തായാലും ഇതേ എവിടെ പോയിട്ടാ വരണേ? കണ്ടില്ലല്ലോ പോയത്. അവിടെ ഒരാൾ നീ ഇങ്ങോട്ട് വന്നേ. നീ ആരാ? നീ ഗോപുവിൻ്റെ ചേട്ടനായിട്ട് വരൂ. മൂത്രം ഇതിവിടെ ഇവിടെ മൊത്തം കോമഡിയാണല്ലോ. അല്ല നിങ്ങളെ ഇനി നിനക്കെന്താ പ്രശ്നം? എല്ലാവരും അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വീഡിയോ സമാധാനമായിട്ട് എടുക്കാനായിട്ട് ആരും സമ്മതിക്കരുത് കേട്ടോ. ഇങ്ങോട്ട് വന്നേ. രണ്ട് ചേട്ടനിയന്മാർ പോയി അങ്ങോട്ട് അകത്ത് കയറുന്നേ. ഇവിടെ വിക്കിക്ക് പിന്നതെ ഇവിടെ പാപ്പൂസിനെ ആട്ടോ ഇതായിട്ട് നിൽക്കണത്. ഇനി 2 പേരാണെങ്കിൽ കഴിഞ്ഞാൽ എൻ്റെ നട്ടിയ അവിടെ ഇരിക്കും. എന്താണ് അപ്പോഴേ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എല്ലാവരും ഇപ്പോൾ ഗോപുവിന് ഇങ്ങനെ ഇറങ്ങാൻ തിടുക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഇടയ്ക്ക് അവനെ കൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും, പറമ്പൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഇതുണ്ട്. അത് കാരണം കൊണ്ടാണ് ആശാൻ ഇങ്ങോട്ട് വന്നേ അങ്ങോട്ട് വാ അവിടെ ഇരിക്കേ. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് വരാം. വെയിറ്റ് ചെയ്യുമോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ചലഞ്ചിൻ്റെ കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഓർമ്മയിലുണ്ടാവണം. ഈ തിങ്കളാഴ്ച തൊട്ട് അടുത്ത തിങ്കളാഴ്ച വരെയാണ് നമ്മൾ ചലഞ്ച് നമ്മൾ ഫിക്സ് ചെയ്തേക്കണത്. അപ്പോൾ കഴിയുന്നവർ എല്ലാവരും ഹെൽപ്പ് ഉണ്ടാവണം. ഇത് 3 kg ആക്കാനായിട്ടുള്ള സെറ്റപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്കണമെങ്കിൽ 35 to 40K ആണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെയും റിക്വസ്റ്റ് ചെയ്യാണ്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ബാങ്ക് ത്രൂ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആക്കി സഹായിക്കണമെങ്കിൽ സഹായിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും അവിടെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അവിടെ കണ്ടോ, അവിടെ പറമ്പിൽ ഓടിക്കഴുകി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ 5 മണി 5:30 ഈ ഒരു ടൈമിലാണ് നമ്മൾ പിള്ളേരെ അഴിച്ചു വിട്ട് എല്ലാവരും അങ്ങോട്ട് ഇതാക്കി വിടുക. അപ്പോൾ അതിൻ്റെ ആർമാതികയിലാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ബ്ലിങ്ക് വന്നിട്ടോ, വേറെ ഒന്നുമല്ല, അവിടെ ഒരാളെ കടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ നെല്ലോളി നെട്ടോട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എന്താ പറയുക, നമ്മുടെ ഷോർട്സിൻ്റെ ടൈമിങ് എല്ലാം നമ്മൾ മാറ്റി. ഇപ്പോൾ രാവിലെയും കൂടെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. രാവിലെ 10:30 നമ്മളിനി ഷോർട്സ് ഇടുന്നത്. നമുക്കിനി ഡെയിലി 3 വീഡിയോസ് വെച്ച് നമ്മളിനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു സൈഡിൽ കൂടി നമ്മളെ എന്താ പറയുക, ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് നല്ലൊരു വ്യൂസ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനേക്കാളും വലിയൊരു സംഭവം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും തെരുവിലെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഒരാളെ ഇനി ഞാൻ എന്തായാലും കുളിപ്പിക്കാനായിട്ട് പോട്ടെ. എന്തായാലും എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നടക്കൂല. ഇവിടെ ഒരാൾ നോക്കിയേ, കണ്ടോ ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്, പിന്നെയും ഇന്ന് കുളിപ്പിക്കേണ്ട അവസ്ഥയായി. അപ്പോൾ എന്തായാലും ഞാൻ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ബൈ.